ഈ ഒരു കറിയെ നമുക്ക് ചിക്കൻ വരട്ടെന്നോ ചിക്കൻ പെരട്ടെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഉറപ്പാണ്. ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നാരങ്ങനീരും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് 2 മണിക്കൂർ നേരം മാറ്റി വെക്കണം. ഇനി കടായിൽ എണ്ണ ചൂടായി കറിവേപ്പില ഇട്ട് കൊടുത്ത് ആ ചിക്കൻ കഷ്ണങ്ങളും കൂടെ വറുത്ത് കോരിയെടുക്കണം. ഒരു 50% ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് സവാള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വരട്ടിയെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ട് ഇവിടെ റെഡിയായി. അല്ല, ചിക്കൻ പെരട്ട്. ഓക്കെ.